ഇത് നമ്മളുടെ കൂടെ ഉള്ളത് നമ്മളുടെ എക്സ്റ്ററിൻ്റെ EX എന്ന് പറയുന്ന വേരിയൻ്റാണ്. EX വേരിയൻറ്റിൽ നമുക്ക് അറിയാം, ഇത് നമ്മളുടെ എക്സ്റ്റർ ലൈനപ്പിലെ ഏറ്റവും ബേസിക് വേരിയൻ്റാണ്. ബേസ് വേരിയൻറ്റിൽ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫ്രണ്ട് സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ ബാഡ്ജിങ് കാണാം. താഴെ എക്സ്റ്റർ എന്നുള്ള ബാഡ്ജിങ് കാണാം. അതിൻ്റെ താഴെ നമുക്കൊരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ഗ്രില്ലാണ് വരുന്നത്. മാറ്റ് ഫിനിഷാണ്. മറ്റേ ഗ്ലോസി വരുന്നത് ഇതിൻ്റെ ടോപ്പിലുള്ള വേരിയൻസിലെല്ലാം ഗ്ലോസിയാണ്. അതേപോലെ ഫേക്ഡ് ആയിട്ടൊരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് പോലെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അത് റിഫ്ലക്ടർ അല്ല, ഒരു ഫേക്ഡ് ഹെഡ് ലാമ്പ്സ്, ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ടോപ്പ് എന്നെ ഫേക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു രീതിയിൽ കൊടുത്തേക്കുന്നത്. ഹാലജൻ ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 14 ഇഞ്ചിൻ്റെ ഒരു നോർമൽ റിംസ് കാണാൻ പറ്റും. അതിലൊരു ഹ്യുണ്ടായുടെ ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. 165/70 R40 എന്ന് പറയുന്ന സൈസിലാണ് വീൽസ് വരുന്നത്. അതേപോലെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ബോഡി കളർ അല്ലാത്ത ഒരു ബ്ലാക്ക് ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ഡോർ ഹാൻഡിൽ. അതേപോലെ ഒരു ഫിനിഷിൽ തന്നെ വരുന്ന ഒരു നമുക്ക് സൈഡ് വ്യൂ മിറർ. ഇതിൽ കസ്റ്റമർ എക്സ്ട്രാ ആയിട്ട് നമുക്ക് റെയിൻ ഗാർഡ്സ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ അതിൽ ആഡ് ആണ്. ഈ മോഡലിൽ നമുക്ക് പ്രൊവിഷൻ ഉണ്ട്, ആൻറ്റിനയുടെ പ്രൊവിഷൻ ഉണ്ട്. ആൻറ്റിന ഇൻബിൽറ്റ് വരുന്നില്ല, അപ്പോൾ ആൻറ്റിന പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടെയിൽ ലൈറ്റ് ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതേപോലെ ഹാലജനാണ് വരുന്നത്. പിന്നെ ഇത് ഗ്ലോസി ബ്ലാക്കിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ മറ്റേ ടോപ്പ് എൻഡിലും ഫുൾ ഓപ്ഷനിലും എല്ലാ വെൻറ്റിലും ഇത് ബ്ലാക്ക് ഗ്ലോസി തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്ട്രാ ബാഡ്ജിങ് പുറകിലുണ്ട്. പാർസൽ ട്രേ ബാക്കിൽ ഇല്ല, ശ്രദ്ധിച്ചാൽ അറിയാം, പാർസൽ ട്രേ ബാക്കിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു മോഡലിൽ പാർസൽ ട്രേ വരുന്നില്ല. റിക്വസ്റ്റ് സ്വിച്ച് ഇവിടെ തന്നെ ഉണ്ട്, അപ്പോൾ നമുക്ക് അകത്തുനിന്ന് തുറക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡ്രൈവർ ഡോർ കാണാൻ പറ്റും. 2 ഡോർ പവർ വിൻഡോസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെൻട്രൽ ലോക്ക് ഫംഗ്ഷൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടില്ല. വണ്ടിക്ക് സെൻട്രൽ ലോക്ക് ഉണ്ട്, പക്ഷേ സ്വിച്ചസ് ആയിട്ട് കൊടുത്തിട്ടില്ല. അതേപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ജോയ്സ്റ്റിക്കിൽ മാനുവലി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രോമിൻ്റെയോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫിനിഷിൻ്റെ ഓരോ എലമെൻറ്റ്സ് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റില്ല. ഐദർ ഈ ഒരു 2 പോർഷൻ അല്ലാതെ അലൂമിനിയം ഫിനിഷ് എങ്ങും വരുന്നില്ല. റൗണ്ട് AC നോബ്സാണ് വരുന്നത്. അതേപോലെ നമുക്ക് ഈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ക്ലസ്റ്റർ വന്നിട്ട് സിമിലറാണ് നമ്മളുടെ മറ്റുള്ള മോഡലുമായിട്ട്. ഇതിൽ TPMS ഉണ്ടാവില്ല, ബേസ് മോഡലായതുകൊണ്ട്. പിന്നെ നമുക്ക് ഹെഡ് ലാമ്പ്സ് വന്നിട്ട് സ്വിച്ച് ഈ സൈഡിലും പൈപ്പോസിൻ്റെ സ്വിച്ച് ഈ സൈഡിലും. പക്ഷേ ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നി. കാര്യം ഇത്രയും പ്രൈസ് റേഞ്ചിൽ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്നത്, ക്ലസ്റ്റർ കൺട്രോൾസ് എല്ലാം വരുന്നത്. നമ്മളിപ്പോൾ കാണുന്ന മാനുവലിൻ്റെ ബേസ് മോഡലാണ് കേട്ടോ. അതേപോലെ ഇതിൽ നമുക്ക് മാനുവൽ AC വരുന്നത്. AC കൺട്രോൾസും കാര്യങ്ങളും എല്ലാം റൗണ്ട് ആയിൽ തന്നെ കൊടുത്തേക്കുന്നത്. എയർ ബാഗ്സ് 6 സ്റ്റാൻഡേർഡ്. അപ്പം വണ്ടി സേഫാണ്. എല്ലാ ഒരു സൈഡിൽ നിന്നുള്ള എയർ ബാഗ്സ് നമുക്ക് ബാഡ്ജിങ് കാണാം. സീറ്റ് എയർ ബാഗ്സും സൈഡ് എയർ ബാഗ്സും എല്ലാം ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കീ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫ്ലിപ്പ് കീ തന്നെ വരുന്നത്. ഫുൾ ഓപ്ഷനിൽ നമുക്ക് സെക്കൻഡിലും തേർഡിലും എല്ലാം ഫ്ലിപ്പ് കീ തന്നെ വരുന്നത്. ഈ ഒരു കീ ഓപ്ഷൻ ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിയിട്ട് നല്ല രീതിയിൽ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. അതേപോലെ തന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഈ വണ്ടിയിൽ സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബേസ് മോഡൽ എടുത്താലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ പേയ്മെൻറ്റ് വേറെ അഡീഷണൽ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ടച്ച് സ്ക്രീനോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് അഡീഷണൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. വിത്ത് ക്യാമറാസും കാര്യങ്ങളും എല്ലാം ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ എക്സ്റ്റൻ്റെ വിശേഷം. പിന്നെ നമുക്ക് ബാക്ക് സീറ്റിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സീറ്റിൽ നമുക്ക് 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. അതേപോലെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഗ്രാബ് ഹാൻഡിൽസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ടോട്ടൽ എക്സ്റ്റർ എന്ന് പറയുന്ന ഈ പാക്കേജ് വർത്താവുന്ന ഈ ഒരു വേരിയൻ്റ് തന്നെയാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 7,34,000 റുപ്പീസിന് ഇത് വർത്ത് വേരിയൻ്റ് തന്നെയാണ്. എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.